എല്ലാവർക്കും നമസ്കാരം. ദ ട്രാവലർ ഫ്രം കോർമല എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അമറാത്ത് ചുരത്തിലാണ്. ഇതിനെ വേണമെങ്കിൽ മസ്കറ്റിലെ താമരശ്ശേരി ചുരം എന്ന് വിളിക്കാം. ഇത് വലിയൊരു ചുരം തന്നെയാണ് എങ്കിൽ പോലും വഴി നല്ലതായതുകൊണ്ടും ചുറ്റുമുള്ള മലകളൊക്കെ ചെത്തിമിനുക്കി കല്ലിളകി വീഴാതിരിക്കാൻ നെറ്റൊക്കെ അടിച്ച് എല്ലാ ആധുനിക സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള ഒരു നിർമ്മിതിയാണ് എന്നുള്ളതുകൊണ്ടും താമരശ്ശേരി ചുരം പോലുള്ള യാത്രാ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെയില്ല. താമരശ്ശേരി ചുരം കോഴിക്കോട് ജില്ലയിലാണെങ്കിലും വയനാട് ചുരം എന്നറിയപ്പെടുന്നത് പോലെ ഈ അമറാത്ത് ചുരം ഇരിക്കുന്നത് ബോഷർ ഹൈറ്റ്സിൽ ആണ് എങ്കിൽ പോലും അമറാത്ത് എന്നാണ് സാധാരണ എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത്. ഈ ചുരം ചെന്നിറങ്ങുന്ന സ്ഥലമാണ് അമറാത്ത്. ദാ ഇവിടെയായി ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. മസ്കറ്റ് നഗരം മൊത്തം ഇവിടെ നിന്നാൽ നന്നായി കാണാം. അത് വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ആണെങ്കിൽ നല്ല മഞ്ഞാണ്. കോടമഞ്ഞിൻ്റെ ചെറിയ മൂടലുമുണ്ട്. മുൻപ് കുറച്ചുകൂടി മുകളിലൊക്കെ വ്യൂ പോയിന്റ് കാണാൻ അവസരമുണ്ടായിരുന്നു. പിന്നീട് അവർ അത് അടച്ചു കളഞ്ഞു. അപകട സാധ്യത കൊണ്ടായിരിക്കണം അടച്ചത്. എക്സ്പ്രസ് വേയിലൂടെ കാറുകൾ പോകുന്ന ഇവിടെ നിന്ന് കാണുമ്പോൾ ചുവന്ന ഉറുമ്പുകൾ നിരനിരയായി പോകുന്നത് പോലെയുണ്ട്. മസ്കറ്റ് എന്ന് എഴുതിയ ഈ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ വർഷത്തെ നാഷണൽ ഡേയോട് അനുബന്ധിച്ചാണ്. വളരെ ദൂരെ നിന്ന് പോലും കാണാവുന്ന രീതിയിലാണ് ഈ ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ഞാൻ അതിനിടയിൽ വലിയൊരു സാഹസത്തിന് മുതിർന്നു. അമറാത്ത് ചുരത്തിനടുത്ത് തന്നെയായി വലിയൊരു മണലാരണ്യമുണ്ട്. ചില സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു മണൽക്കൂന. താഴെ നിന്ന് നോക്കിയാൽ വളരെ എളുപ്പം കയറാമെന്നാണ് വിചാരിച്ചത്. കയറി തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് അകലിൽ നിന്ന് കാണുന്നത് പോലെ അത്ര എളുപ്പമല്ല. കാല് മണലിൽ പൂണ്ടുപോകുന്നു. ഈ മരം കോച്ചുന്ന തണുപ്പത്തും ഞാൻ വിയർക്കണമെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഷൂ ഞാൻ പാതി വഴിയിൽ വെച്ച് നഗ്നപാതുകനായി മണലിലൂടെ വലിഞ്ഞു കയറി. അങ്ങനെ ഞാൻ ആ മണൽക്കൂനയുടെ മുകളിലെത്തി. നല്ല ഇളം കാറ്റടിക്കുന്നുണ്ട്. കോടമഞ്ഞ്. മുകളിലാണെങ്കിൽ പൂർണ്ണചന്ദ്രൻ, ചുറ്റിലും മണൽ, അങ്ങ് താഴെ മസ്കറ്റ് നഗരം. സത്യം പറഞ്ഞാൽ ഈ മല കയറി ഇതിൻ്റെ മുകളിലേക്ക് വന്നപ്പോൾ എനിക്ക് കേൾക്കാൻ ആഗ്രഹം തോന്നിയത് ഒരു കവിതയാണ്. 2017 ഇറങ്ങിയ അച്ഛൻ എന്നൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണത്. അത് അവസാനിപ്പിക്കുന്ന ഒരു കവിതയുണ്ട്. അമ്മയ്ക്കു വാത്സല്യ നന്ദനോദ്യാനം തീർക്കുന്ന നാഥനാണച്ഛൻ. പുത്രപ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്ന ശില്പിയാണെന്നെന്നുമച്ഛൻ. ജീവിത പാധേയ കാൽച്ചലനങ്ങളെ താളപ്പെടുത്തും ഇതച്ഛൻ.
എല്ലാ യുഗത്തിലും നിത്യപ്രകാശം പരത്തും വെളിച്ചമാണച്ഛൻ. ഇവിടെയും എനിക്ക് കുറച്ച് ഒമാനി സുഹൃത്തുക്കളെ കിട്ടി. അവർ ജീപ്പ് ഓടിച്ച് ഈ കുന്നിന് മുകളിൽ കൊണ്ടിട്ട് തണുപ്പും കൊണ്ട് കാഴ്ചകൾ കണ്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ പരിചയപ്പെട്ടു. ഞാൻ മലയിറങ്ങാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇറങ്ങുകയാണ്, ജീപ്പിൽ താഴെ കൊണ്ടാക്കാം. കാശെലവില്ലാതെ ഒരു ഡെസേർട്ട് സവാരി ഒത്തുകിട്ടിയല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് ഞാനും അവരോട് കൂടെ കൂടി. ഒരു കാര്യം പറയാതെ വയ്യ, എന്ത് സ്നേഹമുള്ള ആളുകളാണിവർ. ഇവർ എന്നല്ല, ഞാൻ ഭൂരിഭാഗവും പരിചയപ്പെട്ട ഇവിടുത്തുകാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മണൽക്കൂനിയുടെ മുകളിൽ നിന്നും വണ്ടി കുത്തനെ അങ്ങ് ഇറങ്ങി. ആദ്യമായി ഇത്തരം സവാരിക്ക് കയറിയ എനിക്ക് അല്പം പേടി തോന്നി. എന്നാലും അവരിൽ എനിക്ക് വിശ്വാസമായിരുന്നു. അവരൊരു 1000 തവണയെങ്കിലും ഇത്തരം മലകളിലൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ടാവില്ലേ, എന്ത് പേടിക്കാൻ എന്നൊക്കെ ആലോചിച്ചിരിക്കെ ഞങ്ങളുടെ ആ രഥം മണലിൽ താണു. ആക്സിലേറ്റർ കൊടുക്കുന്നതും കൂടുതൽ താണുകൊണ്ടിരുന്നു. ടയറിലെ കാറ്റ് തുറന്നു വിടുക എന്നതായിരുന്നു ആ ഏക പോംവഴി. അവർ അത് ഭംഗിയായി ചെയ്തു. Please don't mind. വണ്ടി താഴേക്കിറക്കി. ഞാൻ ഷൂ കണ്ടെത്തേണ്ടതുകൊണ്ട് അവരോട് നന്ദി പറഞ്ഞ് ഷൂ തപ്പിയിറങ്ങി. എല്ലാ വഴിയും ഒരുപോലെ തോന്നി. ഇതിലെവിടെയാണാവോ ഷൂ ഊരിയിട്ടത്. ഷൂ കണ്ടെത്തി വലിഞ്ഞിഴഞ്ഞ് താഴെ എത്തിയപ്പോൾ അവർ അതാ വീണ്ടും മല കയറാൻ നിൽക്കുന്നു. കുന്നിന്റെ മുകളിലേക്ക് കയറുന്ന കയറ്റം കണ്ടോ? ആർക്കും കെട്ടെടുക്കാൻ കഴിയാത്ത കുറച്ച് നല്ല നിമിഷങ്ങൾ കിട്ടിയ സന്തോഷത്തോടെ ഞാൻ എൻ്റെ വീട് പിടിച്ചു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.